അഡ്വക്കേറ്റ് അരുൺകുമാർ, ഞാൻ ചോദിച്ചത് PV അൻവറിനെ നിങ്ങൾ ചുരുക്കി കണ്ടോ? നിങ്ങൾ ഈ നേരത്തെ പ്രതീക്ഷിത വോട്ടിന്റെ കണക്കുകൾ പറയുമ്പോൾ 1238 വോട്ടിന് സ്വരാജ് ജയിക്കുമെന്നുള്ള കണക്കുകൾ പറഞ്ഞെടുത്ത് അവിടെ NDAയ്ക്കും താഴെയാണ് അൻവറിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും 600, 400, 300, 200 ഒക്കെ വോട്ടുകളാണ് അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ അൻവർ ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണോ? അതോ അൻവറിനെ അവഗണിച്ച് അങ്ങനെ പറഞ്ഞാൽ അത് വോട്ടായി മാറുമെന്ന് തെറ്റിദ്ധരിച്ചോ? അൻവർ നേരത്തെയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. CPM-ന്റെ ഭാഗമായി LDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ കഴിഞ്ഞത്. അതിൽ ആദ്യത്തെ തവണ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു, രണ്ടാമത്തെ തവണ ഏകദേശം 2700 വോട്ടിന് ജയിച്ചു. അദ്ദേഹം 9 വർഷത്തിനിടയിൽ നടത്തിയ പല വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളുമെല്ലാം LDF-ന്റെ ഒരു പ്രതീകം എന്ന രൂപത്തിൽ തന്നെ ആളുകൾ കണ്ടിട്ടുണ്ടാകാം, ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുണ്ടാകാം. അദ്ദേഹം മുഖ്യമന്ത്രിയെ സ്റ്റേജിലിരുത്തി 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ അനുവദിച്ച എന്റെ പിതൃതുല്യനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും 9 വർഷം MLA ആയി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ബന്ധം, അതിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ എല്ലാം വരുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതും ഞങ്ങൾ പരിശോധിക്കും. കാരണം ഞങ്ങളുടെ ബൂത്ത് ഘടകങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ, കണക്കുകൾ ശേഖരിക്കുമ്പോൾ ഉള്ള അസസ്മെന്റിനേക്കാൾ കൂടുതൽ വോട്ട് അൻവറിന് പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലവിലെ MLA തന്നെ വരുന്നു. 9 കൊല്ലമായിട്ട് MLA ആയ ആൾ വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ച ആൾ വരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും എല്ലാം ഇടപെട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന രൂപത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വോട്ടുകൾ പോയിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും. പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഞങ്ങളുടെ ഒരു വോട്ടിംഗ് ഘടനയിലും ഞങ്ങൾക്ക് ആ മണ്ഡലത്തിലുള്ള സ്വാധീനത്തിലും ഇടിവ് വന്നിട്ടില്ല എന്നുള്ളത് ഖണ്ഡിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് കഴിഞ്ഞില്ല. UDF-ന്റെ പ്രതിനിധി അടക്കം കുറച്ച് ആക്രമിച്ചു. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ 140 സീറ്റ് ഉള്ളതിൽ കോൺഗ്രസിന്റെ സീറ്റ് 15% സീറ്റ് മാത്രമാണ്. 21 ആയിരുന്നു, അത് 22 മാറി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സീറ്റ് 22 ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇപ്പോഴും 48% സീറ്റ് ഈ കേരളത്തിലുണ്ട്. അതായത് CPM-ന് ഒറ്റയ്ക്ക്, LDF-ന്റെ അല്ല. ഞങ്ങൾക്ക് 48% സീറ്റും കോൺഗ്രസിന് ഒറ്റയ്ക്ക് 22 സീറ്റുമാണ്. നിങ്ങൾ ഇപ്പോൾ 100 സീറ്റോടെ ഭരണത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് എത്ര സീറ്റ് തിരിച്ചു പിടിച്ചാലാണ് കേവല ഭൂരിപക്ഷമായി 70ലേക്ക് എത്താൻ കഴിയുക? ഇപ്പൊ 22 ആകെയുള്ളൂ. എത്ര സീറ്റ് പിടിച്ചാലാ? അപ്പൊ നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ സ്വപ്നവും എല്ലാം നല്ലതാണ്. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ പരിശോധിക്കും. മുൻപും വലിയ തിരിച്ചടികളും തോൽവികളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെങ്ങനെ കാണുന്നു? അല്ല, അതിവിടെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോ ഞാനത് പറയാൻ പാടില്ലെങ്കിലും LDF-ന് കിട്ടിയ വോട്ട് പ്ലസ് LDF-ൽ നിന്ന് പോയ സ്വതന്ത്രന് കിട്ടിയ വോട്ട് കൂട്ടി നോക്കിയാൽ പിന്നെ UDF-ന് കിട്ടിയ വോട്ട് അതിന്റെ ശതമാനം ഇവിടെ പറഞ്ഞു. ഞാനത് പറയുന്നില്ല. ഇവിടെ എങ്ങനെയാണ് ഈ വോട്ട് വ്യത്യാസം വന്നത്? കാരണം 20,000-ഓളം വോട്ട് പോകുന്നു പ്രതിപക്ഷ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന വോട്ട്. അതിലേക്ക് ഒന്നും കണക്ക് പോലും ഞങ്ങളുടെ അടിത്തറ പോയിട്ടുണ്ടോ? ഇല്ല. ഈ മണ്ഡലം 34 വർഷമായി UDF വിജയിച്ച മണ്ഡലം തന്നെയാണ്. CPM അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച 65-ലും 67-ലും മാത്രമാണ്. അത്തരത്തിലൊരു കുത്തക മണ്ഡലം ഒന്ന് ആലോചിച്ച് നോക്കുക. UDF-ന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് അടിത്തറയിൽ നിന്ന് ചോർന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. നിങ്ങൾ 2006 അടിത്തറയായി പറയുന്നെങ്കിൽ അവിടെ നിന്ന് കുറഞ്ഞല്ലോ. 20 വർഷത്തിനിപ്പുറം വോട്ടർമാരുടെ എണ്ണം കൂടുന്നു, പാർട്ടി വളരുന്നു. അപ്പോൾ എന്താണ് നിലമ്പൂർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണക്ക് എന്നൊരു ചോദ്യമുണ്ട്. അല്ല, അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, 1-2 പാർട്ടികൾ തമ്മിലുള്ള ഡയറക്ട് ഫൈറ്റ് ആണ്. 1960 പട്ടാമ്പിയിൽ EMS-നെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ ആകെ 2 സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം കൂടുന്നു, അതനുസരിച്ച് വോട്ടർമാരുടെ എണ്ണം കൂടുന്നുണ്ട്, മണ്ഡലത്തിന്റെ രൂപം മാറുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും മാറ്റം വരികയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ഞങ്ങളുടെ കയ്യിലിരുന്ന് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഇതൊന്നും ഘടകമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കണക്കുകൾ വെച്ചുള്ള സാങ്കേതികത്വം എത്രത്തോളം നിലനിൽക്കും? ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നതിൽ ചില ഘടകങ്ങളുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, അതിൽ നിന്ന് അണുവിട ഞങ്ങൾ പുറകോട്ട് പോകില്ല. കാരണം ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായപ്പോൾ ഉണ്ടായ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലായ്മ ചെയ്തത്, സ്കൂൾ രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റം. ഇന്നലത്തെ പത്രം സ്മൃതി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 81 ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷനായിട്ട് അപേക്ഷ കൊടുത്തത്. 2620. അപ്പൊ ഓരോ രംഗത്തും
നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ല, അത് ഇനിയും പറയും. ഞങ്ങൾ നടത്തിയ അവസാനിപ്പിക്കാം. 900 കാര്യങ്ങളിൽ ഞങ്ങൾ പറഞ്ഞ പ്രകടന പത്രികയിൽ 760 കാര്യം പൂർത്തീകരിച്ചു, ബാക്കിയും പൂർത്തീകരിക്കും. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ കോട്ട് വേണ്ടേ അതും പറയും, ജമാഅത്തും പറയും, അതും പറയും, RSSനും പറയും, ഭൂരിപക്ഷ വർഗീയത പറയും, ന്യൂനപക്ഷ പറയും. എന്നിട്ട് വോട്ട് കിട്ടിയില്ലേ? വോട്ട് വേണ്ട, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഭൂരിപക്ഷ വർഗീയത കേട്ടേയില്ല. Debate with Smriti Parathikkad.